ഗുരുവിൻ്റെ ഈ ഈശ്വര സ്വരൂപം, അതായത് ഗുരുവിന് അനുഭവമായ ഈ അനുഭൂതി ഗുരു തന്നെ തൻ്റെ കൃതികളിൽ വളരെ സ്പഷ്ടമായിട്ട് നമ്മൾക്ക് രൂപപ്പെടുത്തി തരുന്നുണ്ട്. ഗുരുവിൻ്റെ 64-65 കൃതികളുണ്ട്. അവയിൽ കൂടിയെല്ലാം നമ്മൾക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ഗുരു നമ്മൾക്ക് രചിച്ച് തന്നിരിക്കുന്ന ഓരോ കൃതിയിലും ഗുരുവിൻ്റെ ഈശ്വരാനുഭൂതി നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. ഉദാഹരണത്തിന് സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12-ാം ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാം, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവിളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദിനം പിടിച്ചോ മധുരേ അത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. വളരെ സ്പഷ്ടമായിട്ട് ഗുരു ഇവിടെ രേഖപ്പെടുത്തി തരുന്നുണ്ട് ഗുരുവിൻ്റെ ആ ഈശ്വരാനുഭൂതി. അതായത് സ്പഷ്ടമായിട്ട് എല്ലാം സ്പഷ്ടമായി തുടങ്ങി. ഗുരുവിന് അസ്പഷ്ടമായിരുന്നതെല്ലാം സ്പഷ്ടമായി തുടങ്ങി. അത് എങ്ങനെയാണ് സ്പഷ്ടമായത്? ആത്മസൂര്യൻ്റെ ഉദയം കൊണ്ട്. ആത്മസൂര്യൻ്റെ ഉദയം സംഭവിച്ചു. ബുദ്ധിയാകുന്ന ആ സൂര്യൻ തെളിഞ്ഞു. മായാമറയെല്ലാം മാറി. മനസ്സാകുന്ന ചന്ദ്രൻ അടങ്ങി. ഇങ്ങനെ ഗുരുവിന് ഈ ആത്മാനുഭൂതി ഇങ്ങനെ സംഭവിച്ചു എന്നാണ് ഗുരു അവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾക്കറിയാം, യോഗീശ്വരനായ തപസ് ചെയ്തു പോരുന്ന ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരുമൊക്കെ അവരുടെ ബ്രഹ്മവിദ് എന്ന ആ ഒരു തലം കഴിയുമ്പോൾ പിന്നെ ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരിയാൻ, ബ്രഹ്മവിദ്വരിഷ്ടൻ, ഇങ്ങനെ പല തലങ്ങളിൽ അവർ വർത്തിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം ഓരോരുത്തരും. എന്നാൽ ബ്രഹ്മവിത്തായി ഭവിച്ചിരിക്കുന്ന ആ യോഗീശ്വരന്മാർക്ക് കർമ്മകാണ്ഡത്തിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സമില്ല. അവരുടെ അടുത്ത തലത്തിലേക്ക് അവർക്ക് പോകണ്ടെങ്കിൽ പിന്നെ അവർ ഈ കർമ്മകാണ്ഡത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളും അങ്ങനെയുള്ള ഒരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് അടുത്ത തലങ്ങളിലേക്കൊക്കെ പോകാൻ പിന്നെ ആകട്ടെ, ഇപ്പോൾ പോകുന്നില്ല. കാരണം എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മധുരേത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് അവർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. ഗുരു കണ്ട് അനുഭവിച്ചു വരുന്ന ഈ കഷ്ടതകൾ, ഈ അവർണരുടെയും അധമരുടെയും എല്ലാം ഈ കഷ്ടതകളൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരുവിന് കുറച്ച് സമയം വേണം. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ജോലി തീർന്നിട്ട് മാത്രമേ അടുത്ത തലത്തിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് നിൽക്കുന്ന ഗുരുവിനെയാണ് നമ്മൾ അരുവിപ്പുറത്ത് കാണുന്നത്. ഗുരുവിൻ്റെ ഈ ഈശ്വരാനുഭൂതി നമ്മൾക്ക് ആത്മോപദേശ ശതകത്തിലെ 35-ാം ശ്ലോകത്തിലും കാണാൻ സാധിക്കുന്നതാണ്. 1,10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടുമനിത്യമായയാമീ ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ. 1,10,000 ആതിഥേയർ ഒന്നിച്ചുദിച്ച് വരുന്നത് പോലെയുള്ള വിവേകവൃത്തി ഉണ്ടാകുമെന്ന് ഗുരു അവിടെയും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ പല കൃതികളിലും നമ്മൾക്ക് കാണാം. അപ്പം ഇങ്ങനെ ഇത്ര ഈശ്വരസ്വരൂപിയായി ഈ ബ്രഹ്മവിത്തായി ഭവിച്ചിരിക്കുന്ന ഭഗവാന്റെ മനസ്സിൽ ഉദിച്ച ഒരാശയമാണ് ഒരു ആരാധനാലയം കെട്ടിപ്പടുക്കുക എന്നത്. അതായത് തൻ്റെ സഹജാതർ അനുഭവിക്കുന്ന ആ കഷ്ടതകൾ, അതിൽ നിന്ന് അവരെ ഒന്ന് മോചിപ്പിച്ചെടുത്തിട്ട് അവർക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നീരുറവകൾ അവരുടെ മനസ്സിൽ സൃഷ്ടിച്ച് അവരെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റുക എന്നൊരു വലിയ ആശയോടു കൂടിയാണ് ഭഗവാൻ അരുവിപ്പുറത്ത് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ട തുടക്കം എന്ന നിലയ്ക്കാണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠ. അപ്പോൾ അവിടെ ആരാധനാലയം ഉണ്ടാക്കുക എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന ഭഗവാൻ അതിനുള്ള തുടക്കങ്ങൾ പതുക്കെ തുടങ്ങുകയായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നെയ്യാറിൻ കരയിലുള്ള ഒരു കരിങ്കൽ പീഠം കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു പ്രതലം അതിൽ കൊത്തി ഉണ്ടാക്കിച്ചു. അപ്പോൾ ഇങ്ങനെ തങ്ങൾക്കും കൂടെ ഒരു ആരാധനാലയം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയ ഈ ഭക്തർ, ഗുരുവിൻ്റെ കൂടെയുള്ള ആളുകൾ, അവർ അവിടെ അലങ്കരിച്ചു തുടങ്ങി. അവർക്ക് കഴിയുന്ന രീതിയിൽ, ലഘുവായ രീതിയിൽ അവിടെ അലങ്കാരങ്ങൾ ചെയ്ത് തുടങ്ങി. അതായത് തോരണം തൂക്കി തുടങ്ങി, കുരുത്തോല കൊണ്ടുള്ള തോരണങ്ങൾ, മരോട്ടി തോട് കൊണ്ടുള്ള ദീപങ്ങൾ, പീഠമാക്കി സങ്കല്പിച്ചിരിക്കുന്ന കരിങ്കല്ലിന് മുകളിൽ ഒരു ചെറിയ പന്തൽ, ഇങ്ങനെയൊക്കെ
അവർ ചെയ്തു തുടങ്ങി. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അവിടെ ഈശ്വരസ്വരൂപിയായിട്ട് തന്നെ ആണ് എന്നുള്ള ചില സൂചനകളൊക്കെ കിട്ടിയ ഭക്തജനങ്ങൾ ഗുരുവിൻ്റെ അടുത്തേക്ക് അടുത്തു തുടങ്ങി. അതായത് തങ്ങളുടെ കഷ്ടപ്പാടുകളും അവശതകളും എല്ലാം ഗുരുവിനോട് പറഞ്ഞിട്ട് അതിനൊരു ആശ്വാസം ലഭിക്കുമെന്ന് മനസ്സിലാക്കി തുടങ്ങി അവർ. അപ്പം ആളുകൾ ഗുരുവിൻ്റെ സവിധത്തിൽ വരികയും പ്രാർത്ഥന അർപ്പിക്കുകയും ഫലമൂലാദികളൊക്കെ ഗുരുവിന് കാഴ്ചവെക്കുകയും തങ്ങളുടെ അവശതകളൊക്കെ പറഞ്ഞ് അതിന് ആശ്വാസം കണ്ടെത്തുകയും ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പം ഗുരുവിന് അങ്ങനെ ഒരു ഭക്തജനങ്ങളുടെ ഒരു കൂട്ടം ലഭിക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ നാളുകൾ കഴിയുന്തോറും ഗുരു എന്ത് കൽപ്പിച്ചാലും അതെല്ലാം അനുസരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ഭക്തജനങ്ങളെ ഗുരുവിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ടാണ് ഗുരു അവിടെ ആരാധനാലയം തീർക്കുന്നത്. അപ്പോൾ ഈ ഭക്തജനങ്ങൾ നല്ല ഉത്സാഹത്തിമിർപ്പോടു കൂടി തന്നെ അവരവിടെ വേണ്ടുന്ന ചെറിയ ചെറിയ അലങ്കാരങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഗുരു ഈ ബഹളത്തിലെങ്ങും ഇടപെടാതെ ഗുരു എന്ത് ചെയ്തു? ധ്യാന നിമഗ്നനായി കുറച്ച് സമയം അവിടെ ചിലവഴിക്കുകയായിരുന്നു. ഈ ഏതാണ്ട് രാത്രി 12 മണിയോടുകൂടി ധ്യാനത്തിൽ നിന്നും ഉണർന്ന ഗുരു സാവധാനം നടന്ന് ശങ്കരൻകുഴിയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ശങ്കരൻകുഴിയുടെ തീരത്തെത്തിയ ഗുരു സാവധാനം ആ കയത്തിലേക്ക് ഇറങ്ങി. അത്യാവേശത്തോടെ കരയ്ക്ക് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഈ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ ആകുലചിത്തരാകുവാൻ തുടങ്ങി. കാരണം ഒരു സാധാരണ മനുഷ്യന് വെള്ളത്തിൽ എത്ര സമയം മുങ്ങിക്കിടക്കാൻ സാധിക്കും? ആ സമയം കഴിഞ്ഞിട്ടും മഹാഗുരു അവിടെ നിന്നും പൊന്തി വരുന്നില്ല. പക്ഷേ ഗുരു ഈശ്വരസ്വരൂപിയാണെന്നുള്ള കാര്യം ഇവർക്ക് സാവധാനത്തിൽ മനസ്സിലാക്കി വരുന്നല്ലേ ഉള്ളൂ ഇവർ. അപ്പം ഗുരുവിൻ്റെ പൂർണ്ണമായ സ്വരൂപം മനസ്സിലാക്കി കിട്ടിയിട്ടില്ല. അപ്പം ഗുരുവിന് സാധാരണ മനുഷ്യൻ വെള്ളത്തിനിടയിൽ കിടക്കുന്നതിലും കൂടുതൽ സമയം കിടക്കാൻ കഴിയുമെന്നുള്ള വസ്തുതയൊക്കെ അവർ മറന്നുപോയിട്ട് അവരങ്ങ് ആകുലചിത്തരായി. അപ്പോൾ കുറേ സമയം കൂടി കഴിഞ്ഞപ്പോൾ ഗുരു അതാ സാവധാനം വെള്ളത്തിനടിയിൽ നിന്ന് പൊന്തി വരികയാണ്. ഗുരുവിൻ്റെ കൈകളിൽ ഒരു ശിലാഖണ്ഡം, ഇരു കൈകളാലും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ശിലാഖണ്ഡം കാണാൻ സാധിക്കുന്നു. ആ ശിലാഖണ്ഡത്തെ ഇരു കൈകളാലും ചേർത്ത് പിടിച്ചുകൊണ്ട് സാവധാനം ഗുരു കരയ്ക്ക് കയറി അവിടെ നിന്നും മന്ദം മന്ദം നടന്ന് ആ പീഠത്തെ ലക്ഷ്യമാക്കി ഗുരു പോവുകയാണ്. അവിടെ ചെന്ന് നിന്ന് ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം വീണ്ടും ഗുരു ധ്യാനനിരതനായി നിന്നു എന്നാണ് ഗുരുവിൻ്റെ ചരിതത്തിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പുണ്യചരിതൻ്റെ കരസ്പർശമേറ്റ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മോചനം കാത്തുകിടന്ന ആ ശിലാഖണ്ഡത്തെ ഗുരു തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് ഇരു കൈകളാലും ചേർത്ത് പിടിച്ച് അവിടെ ധ്യാനനിരതനായി നിൽക്കുകയായിരുന്നു. ഗുരുവിൻ്റെ മുഖത്തെ തേജസ് അത്യത്ര ഉജ്ജ്വലമായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ ചരിത്രത്തിൽ. ഈ സമയം അത്രയും ഗുരുവിൻ്റെ പരിപാവനമായ നയനങ്ങളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു. തൻ്റെ ഹൃദയത്തിൽ അലതല്ലിയ ആ ആനന്ദ കണ്ണീരാകാം അത്, അല്ലെങ്കിൽ തൻ്റെ സഹജാതർ അനുഭവിച്ചിരുന്ന ആ ദുരിതങ്ങൾ കണ്ടിട്ട് കാരുണ്യാമൃതധാര ആയിരിക്കാം അത്, തൻ്റെ മനം നൊന്ത കാരുണ്യാമൃതധാരയായിരിക്കാം അത്. ഏതായാലും ആ കണ്ണുനീർ കണങ്ങളാൽ, പരിശുദ്ധമായ കണ്ണുനീർ കണങ്ങളാൽ ആ ശിലാഖണ്ഡത്തെ പരിപാവനമാക്കി പ്രതിഷ്ഠയ്ക്ക് യോഗ്യമാക്കുകയായിരുന്നു തൃപ്പാദങ്ങൾ അവിടെ ചെയ്തത്. ഏതാണ്ട് 3 മണിക്കൂർ ധ്യാനത്തിന് ശേഷം ബ്രഹ്മമുഹൂർത്തത്തിൽ ഭഗവാൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ഈ ശിലാഖണ്ഡത്തെ ആ പ്രതലത്തിലേക്ക് പതുക്കെ പ്രതിഷ്ഠിച്ചു. വളരെ ധന്യമുഹൂർത്തമായ ഒരു പ്രതിഷ്ഠയായിരുന്നു അത്. ഈ സമയത്ത് ആകാശത്തൊരു കാന്തിക പ്രസരം കാണാനിടയായത് ശിവലിംഗദാസ സ്വാമികൾ വളരെ സ്പഷ്ടമായിട്ട് താൻ കണ്ടുവെന്ന് ശിവലിംഗദാസ സ്വാമികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പ്രതിഷ്ഠ നടത്തിയ ആ പ്രതിഷ്ഠ നമുക്കറിയാം, അതായത് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിലെ ഏറ്റവും അതിപ്രധാനമായ ഒരു പ്രതിഷ്ഠ തന്നെയാണെന്ന് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കും ഗുരുവിനെ പഠിച്ചിട്ടുള്ളവർക്കും ഒക്കെ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഭഗവാൻ ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം അതായത് ഈ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാം ജാതി മതം, ഏത് ജാതിയിൽപ്പെട്ടവർക്കും മതത്തിൽപ്പെട്ടവർക്കും ഏത് ദൈവത്തെ വിശ്വസിക്കുന്നവർക്കൊക്കെ വന്നിരുന്നു ഒരുമിച്ച് ആരാധന നടത്താവുന്ന ഒരു ആരാധനാലയം. അതാണ് ഗുരു മനസ്സിൽ കണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു ആരാധനാലയത്തിന് വേണ്ടിയിട്ടാണ് ഗുരു അവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നുള്ളത് സ്പഷ്ടമാണ്, യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു ഏകഭാവത്തോടു കൂടി ഗുരുവിന് മനുഷ്യരെ കാണാൻ സാധിക്കുന്നത് തന്നെ എത്രയോ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവിടെയും നമ്മൾ ഗുരുവിൻ്റെ ഈ ആത്മീയ പ്രഭാവത്തെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ പ്രതിഷ്ഠ നടത്തിയ ഗുരുവിൻ്റെ മുഖത്തെ തേജസ്സിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് തന്നെ മഹാകവി കുമാരനാശാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഗുരുവിൻ്റെ സ്വരൂപം എന്താണെന്ന് ഗുരുപാദ ദശകത്തിൽ ഒരു ശ്ലോകത്തിൽ മഹാകവി പറഞ്ഞു തരുന്നുണ്ട്. മഹാകവി കുമാരനാശാൻ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനും അരുമ ശിഷ്യനും ഗൃഹസ്ഥ ശിഷ്യനായിരുന്നല്ലോ. ആ കവിയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരു നെറ്റിത്തടന്നൽ പൊൻതാരൻ കാന്തി പൊങ്ങും പ്രഭയോട് പുരുരോമാളിയാളുന്ന പൂമേ ചന്തത്തിൽ ജാനുവോളം വരുമരിയ കരാബ്ജങ്ങളും തുങ്കഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേൻ. ഇതാണ് ആശാൻ വരച്ചു കാട്ടുന്ന ചിത്രം. ഈ ഭഗവാനെക്കുറിച്ച് ആശാൻ എഴുതിയിരിക്കുന്ന ഗുരുപാദ ദശകം എന്ന കീർത്തനത്തിൽ 10 ശ്ലോകങ്ങളുണ്ട്. അത് പരിചയമുള്ളവർക്കറിയാം. എല്ലാ ശ്ലോകത്തിൻ്റെയും അവസാന വരിയിൽ കുമാരനാശാൻ പറയുന്നത് ആ പാദയുഗ്മങ്ങൾ അല്ലെങ്കിൽ ആ പാദകമലങ്ങളെ ഞാൻ തൊഴുന്നു, ഞാൻ ആദരിക്കുന്നു, ഞാൻ പൂജിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ആശാൻ പറയുന്നത്. അതായത് മഹാകവി കുമാരനാശാന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ രൂപം വെളിപ്പെട്ട് കിട്ടിയതാണ് നമ്മൾക്ക് ഈ കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആശാൻ എത്രയോ ഭംഗിയായിട്ട് ഗുരുവിൻ്റെ നിജസ്വരൂപം മനസ്സിലാക്കിയിട്ട് എഴുതി തന്നിരിക്കുന്ന കീർത്തനമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല കീർത്തനമാണ്, അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്.